വിനായകനും വേടൻ അഥവാ ഹിരൺദാസ് മുരളി ഇവർ രണ്ടുപേരും ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ പറയുന്നൊരു വാക്കാണ്, അയ്യോ ഞങ്ങൾ കറുത്തതും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് അവഹേളനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന്. അതെന്താ, വെളുത്തതും ഉയർന്ന ജാതിയിൽപ്പെട്ടവരുമായ ആളുകൾക്ക് അവഹേളനങ്ങളൊന്നും നേരിടേണ്ടി വരാറില്ലേ? എൻ്റെ സ്കിന്നും എൻ്റെ ജാതിയാണ്, എൻ്റെ മതമല്ല പ്രശ്നം ഇവർക്ക്. എൻ്റെ ജാതിയും എൻ്റെ സ്കിന്നുമാണ് ഇവർക്ക് പ്രശ്നം. ആ പെയിൻ എൻ്റെ മനസ്സിലുണ്ട്. നായർ സിനിമ അല്ലാണ്ട് ഇവിടെ സിനിമയില്ല ചേച്ചി. മലയാളത്തില് പാവപ്പെട്ടവന് പടയതാണ്. ആസ്ട്രേലിയനെ കുറിച്ച് വായിക്കണ പോലെയൊന്നല്ല ആസ്ട്രേലിയ. നമ്മൾ കണ്ടാൽ മാറി നടക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എന്താണ്ടത് ഇവിടെ ഇങ്ങനെയൊക്കെ. നമ്മൾ ചില ഷോപ്പിലൊന്നും കേട്ടില്ല, ചില ആൾക്കാരൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മാറി നടക്കും. ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഈ വിക്ടിം കാർഡ് ഇറക്കൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീഡിയോ കാണുന്നവരിൽ ഇരുനിറക്കാർ കാണും, വെളുത്തവർ കാണും, ഉയർന്ന ജാതിയിൽപ്പെട്ടവരും ഒക്കെ കാണും ഇല്ലേ? അപ്പോൾ ഈ ഉയർന്ന ജാതിയിൽപ്പെട്ടവരും വെളുത്തവരുമായിട്ടുള്ള ആളുകൾക്ക് എന്താ ഈ അവഹേളനവും മാറ്റി നിർത്തലും ഒന്നും ഉണ്ടായിട്ടില്ലേ? ഈ അവഹേളനവും മാറ്റി നിർത്തലും ഒക്കെ ജാതി വർണ്ണ മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, ശരിയല്ലേ? കൂട്ടുകാരുടെ ഇടയിൽ, ബന്ധുക്കളുടെ ഇടയിൽ, പോലീസ് സ്റ്റേഷനിൽ, സർക്കാർ ഓഫീസുകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ എല്ലാവർക്കും അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? ഈ അവഹേളനം നേരിടുമ്പോൾ അതെൻ്റെ നിറത്തിൻ്റെ ആണെന്നും അതെൻ്റെ ജാതിയുടെ ആണെന്നും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതോടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ മാറ്റി നിർത്തലും അവഹേളനമൊക്കെ ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റി നിർത്തലും അവഹേളനമൊക്കെ ഇപ്പം ഞാൻ ഇരുനിറം ആയതുകൊണ്ട്, അയ്യോ ഞാൻ ഇരുനിറത്തിൽപ്പെട്ട ആളായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഇന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ് എന്നെ മാറ്റി നിർത്തുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നതോടത്തല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്, നമ്മൾ യാതൊരു തെറ്റും ചെയ്ത് കാണത്തില്ല, പക്ഷേ നമ്മളെ ഇഷ്ടവും കാണത്തില്ല, നമ്മളുടെ പ്രസൻസ് അവരൊട്ട് ആഗ്രഹിക്കുന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുന്ന് മാറി നിൽക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ ഉടനെ അയ്യോ അത് എൻ്റെ ജാതിയുടെയാണ്, അത് എൻ്റെ നിറത്തിൻ്റെ ആണെന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ്. ഞാൻ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു അവഹേളനം പോലും കിട്ടാത്ത ആളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് കറുപ്പും കാണും, വെളുപ്പും കാണും, ഇരുനിറം കാണും, ഉയർന്ന ജാതി കാണും, താഴ്ന്ന ജാതി കാണും, എല്ലാവർക്കും ഈ അവഹേളനവും മാറ്റി നിർത്തലും ഉണ്ടായിട്ടുണ്ട്. ഒരേ ജാതിയിൽപ്പെട്ടവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി തേക്കുന്നു. പിന്നെയാണ് ഈ വിനായകനെ സംബന്ധിച്ച് പുള്ളിക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അവഹേളനം നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ജാതിയുടെയോ കളറിൻ്റെയോ ഒന്നുമല്ല, പുള്ളിയുടെ കയ്യിലിരിപ്പിൻ്റെ തന്നെയാണ്. കഴിവുണ്ടെങ്കിൽ ജാതിയും വർണ്ണവും ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഈ വിനായകനും വേടനുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ ഇത്രയും നല്ല പൊസിഷനിൽ എത്തിയത് കറുത്തവരുടെയും അവരുടെ സ്വജാതിയിൽപ്പെട്ടവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമൊന്നും അല്ലല്ലോ. ഇവരെ പോലുള്ളവർ മാത്രമല്ലല്ലോ ഇവർക്ക് അവസരങ്ങൾ കൊടുത്തതും. അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാ സ്ഥലത്തും പോയിട്ട് സ്വജാതി എൻ്റെ കറുത്തത് കൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശം കാര്യമാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്, ആ കൂട്ടത്തിൽ സ്വജാതിയിൽപ്പെട്ടവർ മാത്രമല്ലല്ലോ മുമ്പേ പറഞ്ഞതുപോലെ എത്രയോ ആളുകളുടെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങളിങ്ങനെ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഈ വേടനൊക്കെ പോയിരുന്നുകൊണ്ട് നമുക്ക് അവഹേളനമാണ്, നമുക്കാരും സപ്പോർട്ടില്ലെന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല. ഈ ജാതിയും വർണ്ണവും നോക്കിയാണ് ആളുകൾക്ക് ഓരോ അവസരങ്ങൾ ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആരും എങ്ങും എത്തത്തില്ല. ഇനിയും പിടികിട്ടാത്തവരോടൊരു കാര്യം പറയാം, അതായത് ഈ മോഹൻലാൽ, ഉണ്ണി മുകുന്ദൻ, സുരേഷ് ഗോപി ഇവർക്കൊക്കെ അവഹേളനം നേരിടേണ്ടി വരുന്നത് എന്തിൻ്റെ പേരിലാണ്? മോഹൻലാലിന് നേരെ വരുന്ന അവഹേളനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും അവഹേളനങ്ങൾ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മോഹൻലാലിൻ്റെ ഒരു സിനിമ പോസ്റ്റർ, ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങ് വേണ്ട, പുള്ളി ഫാമിലിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാൽ മതി, അതിന് താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ തന്നെ അറിയാം മോഹൻലാൽ നേരിടേണ്ടി വരുന്ന അവഹേളനങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. മോഹൻലാൽ ഇവരോടൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നാണ് എനിക്കും മനസ്സിലാകാത്തത്. ഇവർക്കൊക്കെ ആണെങ്കിൽ പേഴ്സണലായിട്ട് മോഹൻലാലിനെ ഒട്ടും അറിയത്തുമില്ല. പിന്നെ ഇവർക്കൊക്കെ വ്യക്തിപരമായിട്ട് ഇത്രയ്ക്ക് വിദ്വേഷം വരാനും മാത്രം എന്താണെന്നാണ് പിടികിട്ടാത്തത്. വിനായകൻ പണ്ടൊരു പത്രസമ്മേളനത്തിന് ഒരു മാധ്യമപ്രവർത്തകയോടോ മറ്റോ ആണെന്ന് തോന്നുന്നു എന്തോ ഒരു കാര്യം സംസാരിച്ച് ഇതാണത്, ഒന്ന് കേട്ട് നോക്കിയേ, മറന്നു കാണുമായിരിക്കും. എനിക്ക് ആ പെണ്ണായിട്ട് സെക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ആ പെണ്ണിനോട് ചോദിക്കും, അപ്പൊ ആ പെണ്ണെന്ന് പറയും മാന്യമായിട്ട് നോ. ഈ പറഞ്ഞത് മോഹൻലാലോ സുരേഷ് ഗോപി ആയിരുന്നെങ്കിലുള്ള പുകിലൊന്ന് ഓർത്ത് നോക്കിക്കേ. സുരേഷ് ഗോപിയുടെ വഴി തടസ്സമായിട്ട് എന്നൊരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ തട്ടി പതുക്കെ മാറ്റി നിർത്തിയപ്പോൾ ഇവിടെ ഉണ്ടായ പുകിലൊന്ന് ഓർത്ത് നോക്കിക്കേ. സുരേഷ് ഗോപിക്ക് എന്താ അത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യമാണെന്നാണ് ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത്? അതും വർഷങ്ങളായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് എന്താ അറിയത്തില്ല ഇതൊക്കെ ക്യാമറയിൽ പതിയുമെന്ന്?
അതും പോട്ടെ, ആ സമയത്ത് കളിച്ച് ചിരിച്ച് നിന്ന ആളാണ് നേരെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിക്ക് പിടികിട്ടിയത് സുരേഷ് ഗോപി വേറെ അർത്ഥത്തിലാണ് തൊട്ടതെന്ന്. അയ്യോ, ഓഫീസിൽ ചെന്നിട്ട് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയായതെന്ന് ആർക്കും മനസ്സിലായതേയില്ല. സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞു, എന്നിട്ടും വിട്ടോ. അതാ ഞാൻ പറഞ്ഞത്, വിനായകൻ മുമ്പ് ഒരു പെൺകുട്ടിയോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചില്ലേ, ആ സംഭവം മോഹൻലാലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇവിടെ എന്താകുമായിരുന്നു പുകില്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ജാതിയോ വർണ്ണമോ ഒന്നും അല്ല പ്രശ്നം എന്ന് മനസ്സിലായില്ലേ. ഇവിടുത്തെ പ്രശ്നം വേറേതാണ്. ഈ വിനായകൻ ചോദിച്ച ചോദ്യം ശരിയോ തെറ്റോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇതിൽ തന്നെ രണ്ട് പക്ഷമുണ്ട്. വിനായകൻ ഓപ്പണായിട്ടൊരു കാര്യം ചോദിച്ചതെന്നല്ലേ ഉള്ളൂ. ആ പെൺകുട്ടിയോട് മനസ്സിൽ തോന്നിയ കാര്യം ചോദിച്ചു, യെസ് ഓർ നോ, അതിലെന്താ തെറ്റ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന പലരും ഉണ്ട്. അവരൊക്കെ ചിലപ്പോൾ വലിയ മോഡേൺ ആയിട്ടുള്ള ആളുകളായിരിക്കാം. അവരുടെ വീട്ടിലെ അമ്മയോടോ ഭാര്യയോടോ പെങ്ങളോടോ ആരെങ്കിലും വന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഓ നിങ്ങളൊരു യെസ് ഓർ നോ അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്ന ചിന്താഗതിക്കാരായിരിക്കും അവരൊക്കെ. അതുകൊണ്ട് അത് വിട്. എല്ലാവരും അങ്ങനെ ആകണമെന്നൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അതിലെ കണ്ടൻ്റാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഈ പറഞ്ഞ മോഹൻലാലോ സുരേഷ് ഗോപി ആണെങ്കിൽ ഈ വിനായകന് കിട്ടിയ പോലെയുള്ള 1% പോലും ന്യായീകരണം പോലും എവിടുന്നും കിട്ടാനില്ല. ഓപ്പണായിട്ടല്ലേ ചോദിച്ചത് എന്നൊന്നും പറഞ്ഞ് ആരും വരത്തില്ല. നല്ല ഒന്നാന്തരമായിട്ട് മെക്കിട്ട് കയറും. ശരിയല്ലേ? എന്ത് കാണിച്ചാലും പറഞ്ഞാലും ഈ വിനായകനെ പോലുള്ളവരെ ന്യായീകരിക്കാൻ ഇവിടെ ആളുകളുള്ളപ്പോൾ വിനായകൻ തന്നെയാണ് മോഹൻലാലിനേക്കാളും ഭാഗ്യവാൻ എന്ന് ഞാൻ പറയും. അപ്പോൾ അവസാനമായിട്ട് ഞാൻ പറയുന്നത്, ഈ അവഹേളനവും മാറ്റി നിർത്തലും ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ജാതി മത വർണ്ണ വ്യത്യാസമല്ലാതെ എല്ലാവർക്കും ഈ സാധനം കിട്ടുന്നുണ്ട്, അല്ലേ?